ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് റിയൽമി അവർ ഏറ്റവും കൂടിയ പവർഫുൾ ഫോണുകളിൽ ഒന്നായ റിയൽമി GT 5G എന്ന് പറയുന്ന ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലല്ല, അവർ ഇപ്പോൾ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. നമ്മളുടെ വീഡിയോയിൽ അവർ ഈ ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി GT 5Gയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിലുപരി ഇപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ പ്രൈസ് അതൊരു മികച്ച ചോയ്സ് ആണോ, അതിനുശേഷം ഈ ഫോൺ എന്നത്തേക്ക് ഇന്ത്യയിൽ വരും, ഇന്ത്യയിൽ തന്നെ വരുവാണെങ്കിൽ ഈ ഫോണിന്റെ സ്പെക്കിലോ പ്രൈസിലോ കാര്യമായ വ്യത്യാസം കാണുമോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കിപ്പോൾ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ 6.43 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഈ റിയൽമി GT 5G ലഭിക്കുന്നത്. അപ്പോൾ 6.43 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിന് പുറമെ നമുക്ക് ഇവിടെ 120 ഹെർട്സിന് കൂടിയ ഫാസ്റ്റ് റീഫ്രഷർ പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ 360 ഹെർട്സിന് കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ സ്ക്രീൻ ടു ബോർഡ് റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 91.7% സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 20:9 ആസ്പെക്ട് റേഷ്യോയുമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ റിയൽമി GTയിൽ നമുക്ക് വളരെ മികച്ചായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ പ്രൊസസർ ആയ സ്നാപ്ഡ്രാഗൺ 888 ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത് വളരെ മികച്ചായിട്ടുള്ള വളരെ പവർഫുൾ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ഹെവി ടാസ്ക് പോലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പ്രൊസസർ എന്ന് പറയുന്നത് ഒരു 5nm ഫാബ്രിക്കേഷൻ ടെക്നോളജി നിർമ്മിതമായ പ്രൊസസർ ആണ്. ഇനി ഇവിടെ നമുക്ക് LPDDR5 RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.11 സ്റ്റോറേജ് ടൈപ്പ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ OS എന്ന് പറയുന്നത് Realme UI 2.0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ആണ് ലഭിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ യാതൊരു തരത്തിലുള്ള ന്യൂനതയും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം അത്ര മികച്ചായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഇവിടെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും നമുക്ക് ഈ റിയൽമി GT 5Gയിൽ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഈ ഫോണിൽ നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4500 mAh ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 65 വാട്ടിന്റെ ഒരു കൂടിയ ഫാസ്റ്റ് ചാർജ് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഈ ഫോണിൽ 5G ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെ ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നമുക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് കാണാറില്ല. എന്നാൽ ഈ റിയൽമി GT 5G ഇപ്പോൾ ചൈനയിൽ ഇറങ്ങിയ വേർഷനിൽ നമുക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയന്റാണ് ലഭിക്കുന്നത്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 31,700 രൂപയാണ്. ഇനി ഏറ്റവും കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 37,400 രൂപയുമാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ റിയൽമി GT 5G എന്ന് പറഞ്ഞാൽ വളരെ മികച്ചായിട്ടുള്ള വളരെ കിടിലനായിട്ടുള്ള ഒരു പവർഫുൾ ഫോൺ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്നാപ്ഡ്രാഗൺ 888 പോലുള്ള പവർഫുൾ പ്രൊസസർ നമുക്ക് 35,000 രൂപയ്ക്ക് താഴെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഫോൺ ഇപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ സാധാരണ ലോഞ്ച് ചെയ്തൊരു ഫോൺ തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രൈസ് ഒരു 3000 മുതൽ 5000 രൂപ വരെ കൂടുതലായിട്ടാണ് നമ്മൾ കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇപ്പോൾ എന്ന് ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അഥവാ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറയുന്നത് ഒരു 40,000 രൂപയ്ക്കുള്ളിൽ അവർക്ക് ഇറക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ മികച്ചൊരു നേട്ടം കൊണ്ടുതരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതുവരെ ബൈ.